ഓ സുഖമാണോ എല്ലാവർക്കും? അപ്പൊ ഗൈസ് ഞാനൊരു കാര്യം പറയാൻ വേണ്ടി ഹായ് ഞാൻ എന്നെ റിയാക്ട് ചെയ്യാൻ പോവാ. അവരാധോന്ന് നിങ്ങൾ കേട്ടായിരുന്നോ? അവരാധോന്ന് ബ്രോ കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം. ഇതൊന്നും ഒട്ടും നല്ലതല്ല. നിനക്ക് മര്യാദക്ക് പാന്റ് ഷർട്ട് ഇട്ട് ഡാൻസ് കളിച്ചാ പോരടെ. എന്തോന്ന് മര്യാദക്ക് പാന്റ് ഷർട്ട് ഇട്ട് ഡാൻസ് കളിച്ചാ പോരടെ. എടാ ഞാനിവിടെ വല്ലോ നഗ്ന പ്രദർശനമാണോ ഞാനിവിടെ കാണിക്കുന്നത്? ഉടനെ കുറെ കോസ്റ്റ്യൂമിൽ വന്ന് അവരാധം കാണിക്കുന്നേ. ഓ മൈ ഗോഡ്, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ബോഡി, ഇറ്റ്സ് അബൌട്ട് ദ ഡ്രസ്സിംഗ് സെൻസ് അല്ലേ? എടാ നിനക്ക് എന്നെ കാണുമ്പോണ്ടല്ലോ ജോണി സിൻസ് ആണ് കൊല്ലം തോന്നുന്നുണ്ടാ? ഇല്ലല്ലോ. എടാ ഞാനിവിടെ എന്ത് തുണിയില്ലാതെയാണ് നിന്ന് ഡാൻസ് കളിക്കുന്ന. എടാ ഒരു ഷർട്ടും പാന്റും ഇടുന്നേക്കാട്ടി കൂടുതൽ കവർ ചെയ്തിട്ട് ആകെ എന്റെ ഫേസും എന്റെ കൈയുടെ വെള്ളയൊക്കെ കാണുന്നുള്ളൂ. എന്നിട്ട് ഞാൻ അപരാധം കാണിക്കുന്നത് പറയുന്നത് നിന്റെ വായിന്ന് വരുന്നതല്ല അപരാധം, ഞാൻ കാണിക്കുന്നതാണ്. അലിബോല അലിബോല അലിദന്തം. നിനക്ക് റീച്ച് കിട്ടാനാവുന്നുണ്ടെ നീ മര്യാദക്ക് പാന്റ് ഷർട്ട് ഇട്ട് ഡാൻസ് കളിച്ചാൽ റീച്ച് കിട്ടത്തില്ലയോ? നീ എന്താണ് മോനെ കാണിക്കുന്നത്? എല്ലാ റീൽസിന്റെ താഴെ ഒരു കസേര ഇട്ടിരിക്കുന്നത് എന്തോന്ന് റീൽസിന് പിറക്കാതെ പോയ പ്രൈവറ്റ് പാർട്ടാ ചുക്കാമണിയാ. ഒരു കാര്യം പറയുമ്പോൾ സംസാരിക്കുന്നത് നിങ്ങളൊന്ന് നോക്കിയേ, നിങ്ങളൊന്ന് നോക്കി ജസ്റ്റ് ഒന്ന് നോക്കാം. മര്യാദക്ക് പാന്റ് ഷർട്ട് ഞാനൊരു കാര്യം പറയട്ടെ, അറ്റ്ലീസ്റ്റ് നീ ഇപ്പൊ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ കുറച്ച് എക്സ്പ്രഷൻ ഇട്ട് സംസാരിക്ക്. ഇതെന്തോന്നാ നിന്നെ ചാർജ് കുത്തി വെച്ചേക്കുന്ന? അതോ നീ റോബോട്ട് വല്ലതും ആണോ? അതോ നിന്നെ എന്തെങ്കിലും വല്ല പ്രോസസ് ചെയ്ത് വെച്ചേക്കടാ? നീ എപ്പോ സ്വിച്ച് ഓഫ് ആവും? നിന്റെ ചാർജിംഗ് പോട്ട് എവിടാ? ഇവൻ എന്തുവാടാ കാണിക്കുന്നേ? എന്നാ അപരാധമാടാ ഇത്? ചിട്ടൈ വെർഷൻ 2.0 എനിക്ക് സണാണെ പണ്ണണോ അല്ല കല്യാണം പണ്ണണോ? അറ്റ്ലീസ്റ്റ് നീ ഒന്നെങ്കിൽ നീ ചിരിച്ചോണ്ട് സംസാരിക്കുക, അല്ലെങ്കിൽ നീ കരയെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ നീ എന്തെങ്കിലും എക്സ്പ്രഷൻ ഇട്. നിന്റെ തലയിൽ ഒരു കെട്ടും കെട്ടി മൂക്കി രണ്ട് പഞ്ഞി വെച്ച തമിഴ്നാട്ടിലെ ആൾക്കാർ വിചാരിക്കും അവിടുത്തെ ശവം ഇരിക്കുമെന്ന്. അറ്റ്ലീസ്റ്റ് എനിക്കിപ്പോ ഡാൻസ് അറിഞ്ഞുണ്ടെങ്കിൽ ഞാൻ ഡാൻസ് ആണെന്നുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടുന്നുണ്ട്. ഞാൻ മേലനങ്ങുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, നീ നിന്റെ ബട്ടണിൽ നിൽക്കിയങ്ങ് സ്വിച്ച് ഓഫ് ആകും. നീ എന്തിനാടാ ഇങ്ങനെ കോപ്രായം കാണിക്കുന്നേ? ചുമ്മാ ഒരു രസത്തിന്. ഇതിൽ കൂടെ നിനക്ക് എന്തോ കിട്ടുന്നു? സുഖം. നിനക്ക് ഇതിൽ നല്ല സന്തോഷം കിട്ടുമായിരിക്കും. ഇല്ലടാ, എനിക്ക് ഇതിനകത്ത് 1 കിലോ സവാള, 1/2 കിലോ ചെറിയുള്ളി, 2 കിലോ ഏത്തപ്പഴം കൂടി കിട്ടും. തരട്ട ഒരു പഴം വായിലോട്ട്. പക്ഷെ നിനക്ക് ഒരു പാന്റ് ഷർട്ട് ഇട്ട് മര്യാദ കളിച്ചാൽ പോരെ? എന്റെ ആഞ്ജനേയ സ്വാമി, അവ വീണ്ടും അവന്റെ അപ്പന്റെ പാന്റ് ഷർട്ടും കൊണ്ടുവന്നേക്കുന്നത്. ഒരു കാര്യം ഞാൻ നാളെ തൊട്ട് ബിക്കിനി ഇട്ടിട്ട് ഞാൻ നിന്ന് ഐറ്റം ഡാൻസ് കളിക്കാം. എന്നെ വായിക്കുന്ന നീ കേൾപ്പിക്കുക കേട്ടല്ലേ? എടാ നീ ഒന്നിക്ക് ആ കസേരയിൽ വല്ലപ്പോഴെങ്കിലും എഴുന്നേക്ക്. നിന്റെ ചന്തയ്ക്ക് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ ചന്ത നിന്റെ തന്തയുടെ തന്തയ്ക്ക് വിളിച്ചത്. ഞാൻ നിനക്കൊരു ഉപദേശം തരാം, ഒരു മോട്ടിവേഷൻ. ശ്രദ്ധിച്ചു കേട്ടോ, ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. ನಿಮ್ಮ ಕುಂಡಿ ಹೇಗೆ ದಪ್ಪ ಮಾಡೋದು ಹೇಳ್ತೀನಿ ಕೇಳಿ. ನಿಮ್ದು ಸಣ್ಣ ಕುಂಡಿ ಆಗಿದ್ರೆ ಬಸ್ಕಿ ಹೊಡೆಯೋದು, weight ಲಿಫ್ಟಿಂಗ್ ಮಾಡೋದು, ವಾಕಿಂಗ್ ಮಾಡೋದು, ಈ ರೀತಿ ವರ್ಕೌಟ್ ಮಾಡಿದ್ರೆ ನಿಮ್ ಕುಂಡಿ ದಪ್ಪ ಆಗುತ್ತೆ. ನಿಮ್ ಫ್ರೆಂಡು ಸಣ್ಣ ಕುಂಡಿ ಆಗಿದ್ರೆ ಶೇರ್ ಮಾಡಿ ದಪ್ಪ ಮಾಡ್ಕೊಳ್ಳಿ. മനസ്സിലായ വല്ലതും? ഇത് മനസ്സിലാക്കി വെച്ചോ, എനിക്കിതിന്റെ അർത്ഥം അറിഞ്ഞൂടാ. ഓക്കെ ബൈ, ശരി എന്നാ ഞാൻ പോകുന്നു. ബൈ, ടാറ്റ.